ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ അല്ല വന്നിരുന്നത്, ഞാൻ സംവിധാനം ചെയ്യാൻ വന്നിരുന്ന ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. എൻ്റെ കൂടെ അധികം പുതുമുഖ നടികളാണ് അഭിനയിച്ചിട്ടുള്ളത്. ജിമ വളരെ ലൈറ്റായിട്ടായിരുന്നു ഞങ്ങളായിട്ട് ചളി അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കമ്പനിയായിരുന്നു, അളിയാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. നീരജ, നമുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണ്ടേ നീരജ? ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ എനിക്ക് ചലഞ്ചസ് ഇഷ്ടമാണ്. എനിക്ക് സ്കൂൾ കാലഘട്ടം മുതലേ റൊമാൻസ് ഉണ്ടായിരുന്നു. ഹായ്, ഐ എം നീരജ് മാധവ്. ഇന്ത്യ ഗ്ലിറ്റ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം. ഞാൻ സിനിമയിലെത്തിയത് ഓഡിഷനിലൂടെയാണ്. അതിന് പുറകിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ അല്ല വന്നിരുന്നത്, ഞാൻ സംവിധാനം ചെയ്യാൻ വന്നിരുന്ന ഒരാളായിരുന്നു. അഭിനയം എന്നുള്ളൊരു ആഗ്രഹം എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണോ അതെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിലാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ ഡിറക്ഷനായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, അവിടെ മാസ്റ്റർ ഇൻ തിയേറ്റർ ആർട്സ്. അപ്പോഴൊക്കെയും ഡാൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എൻ്റെ ഒരു പാഷൻ ആയിട്ട് ഞാൻ കൊണ്ടു നടന്നിരുന്നു. ഒരിക്കലും അതൊരു കരിയറായി കാണണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് കുറച്ചുണ്ടായിരുന്നു എന്നുള്ളതിലുപരി ആക്ടിങ്ങിൽ എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സിനിമ തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ചൊരു സ്പേസ്. ഡാൻസ് എന്നൊരു പാഷനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. ചെറുപ്പത്തിൽ പ്രഭുദേവയുടെ പാട്ടുകളും മൈക്കിൾ ജാക്സൻ്റെ സോങ്സും അങ്ങനെ റഹ്മാൻ്റെ സോങ്സൊക്കെ കേട്ടാണ് വളർന്നത്. അപ്പോൾ ഡാൻസ് എന്നും ഞാൻ കൂടെ കൊണ്ടു നടന്ന എൻ്റെ ഏറ്റവും വലിയ റിലീഫാണ്, എൻ്റെ ഏറ്റവും വലിയൊരു ജോയാണ്. ഞാൻ കോളേജ് കാലഘട്ടങ്ങളിൽ ഈ പാർട്ട് ടൈം ജോബായിട്ട് ഡാൻസ് കൊറിയോഗ്രാഫി മറ്റ് കോളേജുകളിലൊക്കെ പോയിട്ട് കൊറിയോ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരിക്കലും അതൊരു കരിയറായി കാണണമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ വാണ്ടഡ് ടു എൻഡ് അപ്പ് ആസ് എ ഡയറക്ടർ. പറ്റിയാൽ അഭിനയത്തിലും മുഖം കാണിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ആക്ട് ചെയ്യാനാണ് എനിക്ക് ആദ്യം അവസരം ഉണ്ടായത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്നൊരു സ്വീകാര്യത നമുക്ക് കൂടുതൽ ഊർജ്ജം തന്നു. പ്രേക്ഷകർ നമ്മളെ ഏറ്റെടുക്കുന്നു, കഥാപാത്രങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പം ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ഹാവ് കോൺഫിഡൻസ് ഇൻ മൈസെൽഫ് ആസ് എൻ ആക്ടർ. ആൻഡ് അങ്ങനെ അത് തന്നെയാണ് എൻ്റെ ഒരു കരിയറിന് തീരുമാനിക്കുകയും അതിൽ കണ്ടിന്യൂ ചെയ്യാൻ, ഫുൾ ഓൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു രീതിയിലേക്ക് വരികയും ചെയ്തു. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഓഡിഷന് പോകുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയും, ബഡി എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഓഡിഷന് വേണ്ടി ഞാൻ എറണാകുളത്ത് വെച്ച് സുഹൃത്തിനോടൊപ്പം ചെല്ലുകയും വളരെ കാഷ്വലായി ആ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയായ ബഡിയിലേക്ക് അരങ്ങേറുന്നത്. ബഡിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടി. അതായത് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജീവൻ ചേട്ടൻ എന്നെ മെമ്മറീസിലോട്ട് വിളിച്ചു. അതിൻ്റെ റൈറ്റർ ബിപിൻ ചന്ദ്രൻ എന്നെ 1983 കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വേഷങ്ങൾ എനിക്ക് കിട്ടി. മെമ്മറീസിൽ നിന്നാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ കണ്ടെത്തുന്നതും ദൃശ്യം എന്ന് പറയുന്ന മൈ ബ്രേക്ക് ആ ഒരു സിനിമ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ദൃശ്യത്തിൽ ഞാൻ ചെയ്ത മോനിച്ച് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് കിട്ടിയൊരു സ്വീകാര്യത, അത് ആണ് ആക്ച്വലി എന്നെ നടനാവുക തന്നെയാണ് എൻ്റെ ഒരു കരിയർ, അത് തന്നെ ആയിരിക്കണം എൻ്റെ തീരുമാനം എന്നുള്ള ഒരു ഡെസിഷനിലേക്ക് എത്തിച്ചേരാൻ കാരണമായത്. ജീവിതത്തിൽ റൊമാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂൾ കാലഘട്ടം മുതലേ റൊമാൻസ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ നടന്നു, ചിലതൊക്കെ പൊളിഞ്ഞു. പ്രപ്പോസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും എത്തിയിട്ടില്ല. ക്രഷുകൾ, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ അറിയിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഞാനൊരു പക്ഷേ എൻ്റെ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഈ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര, ഇപ്പം കോളേജ് കൾച്ചറൽസ് അതിനു വേണ്ടി പോവുക അങ്ങനെയൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടൊരു അഫെയറിലോട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെ പ്രണയം മനസ്സിലുണ്ട്. ഞാൻ എല്ലാ ജനറേഷനിലുള്ള സംവിധായകരുടെ കൂടെയും ആക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്.
ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ ഞാൻ സീനിയേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സത്യൻ അന്തിക്കാട് സാർ, പിന്നെ ജിത്തു ജോസഫ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ, ലാൽ സാറിൻ്റെ കൂടെ, ദി ലെജൻഡ്, പിന്നെ അങ്ങനെ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് അതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ ഞങ്ങളുടെ ഏജിലുള്ള ആൾക്കാരുടെ കൂടെ ഇപ്പം സെൽഫിയിലോട്ടും 1983 വന്നുപെടുന്നത്. എനിക്കിതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരൊക്കെ നമുക്കൊരു സ്പേസ് തന്നതുകൊണ്ടാണ്. അപ്പോൾ അവരൊക്കെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സ്പേസോ തന്നിരുന്നു. ആ സ്പേസ് ഉപയോഗിച്ചാണ് ഞാൻ മറ്റ് സ്പേസുകളിലേക്ക് എത്തിയത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് വർക്ക് എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. നമ്മൾ നന്നായി പെർഫോം ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഇവരെല്ലാവരും അവസരം തരും. പിന്നെ നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡായി കാഷ്വലായിരുന്ന് നമ്മൾ അങ്ങോട്ട് സജഷൻസ് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്ത് തമാശ പറഞ്ഞ് ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യും. ഈ നാട് സംസാരിക്കുന്നത് നമ്മളെ കുറിച്ചായിരിക്കും. അപ്പൊ കഥ വേണ്ടേ? ഇത് യൂട്യൂബിൽ വരുമ്പോൾ ആൾക്കാർ പറയില്ലേ കൊറിയൻ പടാണ്. അങ്ങനെയുള്ള സിനിമകൾ മാത്രം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മൾ ആ ഒരു സർക്കിളിൽ മാത്രം പ്ലേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ ഒതുങ്ങിപ്പോവോ എന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു സർക്കിൾ വൈഡൻ ചെയ്യണമെന്നും കൂടുതൽ ചലഞ്ചസ് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴേ നമുക്കൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പം ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോത്തിക്കിരി പോലുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വടക്കൻ സെൽഫി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത കുഞ്ഞിരാമായണം, ഇപ്പോൾ ചെയ്യുന്ന അടികപ്പേരെ കൂട്ടമണി, ഇതൊക്കെ ഒരു പിയർ ഗ്രൂപ്പാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പോത്തിക്കിരി, ഇന്ത്യൻ പ്രണയകഥ അല്ലെങ്കിൽ ഹോംലി മീൽസ്, ഇതൊക്കെ കുറച്ചുകൂടെ മാറി നിന്ന സിനിമകളായിരുന്നു. അപ്പോൾ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ എനിക്ക് ചലഞ്ചസ് ഇഷ്ടമാണ്. ഞാൻ അധികവും ചെയ്തിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് വേഷങ്ങളാണ്, ഈസി ഗോയിങ് ആയിട്ടുള്ള വേഷങ്ങളാണ്. പക്ഷേ ഞാൻ ഇനി ആ ഒരു കംഫർട്ട് സോൺ കൂടുതൽ ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇംപ്രവൈസ് ചെയ്യുക അല്ലെങ്കിൽ കൈയ്യിടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അന്ന് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ലാൽ സാറിനെ എനിക്ക് ആദ്യത്തെ ഒരു ചലഞ്ചായിട്ട് തോന്നിയത്, അദ്ദേഹം എന്ന് പറയുന്നൊരു സൂപ്പർ സ്റ്റാറിനെ ആ ഒരു ഇമേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം തന്നെ ബ്രേക്ക് ചെയ്തു. കാരണം അദ്ദേഹം ഷോട്ടിന് മുന്നേ നമ്മളുടെ അടുത്ത് തമാശകൾ പറഞ്ഞ് നമ്മുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് മാറുമ്പോൾ തന്നെ അദ്ദേഹം ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാക്കി മാറ്റി. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ ആ സെറ്റിൽ. അപ്പം മാക്സിമം സ്വാഭാവികമായിട്ട് സീനുകൾ കൈകാര്യം ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ എപ്പോഴും എഴുതി വെച്ച ഡയലോഗുകൾ അച്ചട്ട് അതുപോലെ പറയാറില്ല, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ജിത്തു ചേട്ടൻ അതിനുള്ളൊരു നീരജിന് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഭയങ്കരമായിട്ട് ഇംപ്രവൈസ് ചെയ്യാനുള്ളൊരു സ്പേസ് ആ പടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ജിത്തു ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് എപ്പോഴും പാക്ഡ് ആണ്, അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് അതിനകത്തുണ്ട്. പിന്നെ ലാൽ സാറ് അവിടെ നിൽക്കുമ്പം മാക്സിമം ടെൻഷൻ അടിക്കാതെ ചെയ്യാൻ പറ്റിയാൽ തന്നെ അദ്ദേഹം നമ്മളെ ടെൻഷൻ അടുപ്പിക്കില്ല. അദ്ദേഹം നമ്മളെ അത്രയും ഈസി ഗോയിങ് ആക്കി മാറ്റും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരുപാട് കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ആ ഒരു ഫോൺ സീക്വൻസിൽ എനിക്കൊരു കോള് വരുമ്പോൾ ഞാൻ ഞെട്ടേണ്ട ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഞെട്ടാനുള്ളൊരു ക്യൂ കിട്ടാതിരിക്കുമ്പം ക്യാമറയ്ക്ക് വെളിയിലിരുന്നിട്ട് ലാൽ സാറ് മോനെ ഞാനൊരു ക്യൂ തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അപ്പുറത്തെ സൈഡിൽ നിന്ന് തെറി കേൾക്കുന്നൊരു സംഭവം. അപ്പോൾ അദ്ദേഹം ക്യാമറയുടെ പുറകിൽ നിന്ന് എന്നെ വെച്ചിട്ടാണ് ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ക്യാമറയുടെ പുറകിൽ നിന്ന് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഞെട്ടിക്കുന്ന ഒരു ക്യൂ തരും. ഞാൻ ഞെട്ടിക്കഴിഞ്ഞേക്ക് ക്യാമറയിലേക്ക് ക്യാരക്ടറായിട്ട് അദ്ദേഹം കയറി വന്ന് എൻ്റെ സൈഡിലിരുന്നിട്ട് എന്നോട് ഇങ്ങനെ നോക്കുകയും ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു സീക്വൻസ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. മിമിക്രി എൻ്റെ ഒരു ഐറ്റമൊന്നുമല്ല. ഞാനങ്ങനെ ഒരിക്കലും അതെവിടെയും പെർഫോം ചെയ്തിട്ടുമില്ല. പക്ഷേ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ കോ ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കൽ വിനീത് ശ്രീനിവാസൻ്റെ സൗണ്ടുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അത് 1-2 സ്റ്റേജുകളിൽ പറയും, അങ്ങനെ അത് ആൾക്കാരെ ശ്രദ്ധിക്കുകയും ചെയ്തതല്ലാതെ ഞാൻ ഒരിക്കലും മിമിക്രി ബോധപൂർവ്വം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള വിനീതേട്ടൻ്റെ സൗണ്ടാണ് മിക്കവാറും. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്,
വിനീതേട്ട വിനീതേട്ടൻ പാട്ട് പാടും, അഭിനയിക്കും, ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സംവിധാനം ചെയ്തു. ഒക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയും, നീരജ് നമുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണ്ടേ നീരജ്. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഒന്നും നോക്കണ്ട. എനിക്ക് പാടാൻ ഇഷ്ടമാണ്, അപ്പം നല്ല പാട്ട് കിട്ടുമ്പോൾ ഞാൻ പാടും, സ്റ്റേജ് ഷോസ് എല്ലാം ചെയ്യും, പിന്നെ അഭിനയിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ അഭിനയിക്കും. പിന്നെ സംവിധാനം ഞാൻ ഇത്തിരി ആലോചിച്ചിട്ടെല്ലാം എനിക്കിഷ്ടമുള്ള സിനിമ മാത്രമേ ഞാൻ നല്ല സിനിമകൾ ടൈം എടുത്ത് ചെയ്യണം നീരജ്. അങ്ങനെ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോകുമ്പം അതിൻ്റെ ഒരു രസം അത് ഭയങ്കര രസമല്ലേ നീരജ് എന്ന് വിനീതേട്ടൻ ചോദിക്കാറുണ്ട്. കൂടെ അഭിനയിച്ച നടിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ അധികം പുതുമുഖ നടികളാണ് അഭിനയിച്ചിട്ടുള്ളത്. സെൽഫിയിൽ മഞ്ജിമ മോഹൻ ഉണ്ടായിരുന്നു, മധുരനാരങ്ങയിൽ പാർവതി രതീഷ് ഉണ്ടായിരുന്നു, പിന്നെ ജമുന പേരിയിൽ ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞ് ഇവരൊക്കെ അവരുടെ ആദ്യത്തെ പടങ്ങളായിരുന്നു. അപ്പം എനിക്കിതിനകത്ത് ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ജിമ വളരെ ലൈറ്റായിട്ടായിരുന്നു ഞങ്ങളായിട്ട് ചളി അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, കമ്പനിയായിരുന്നു, അളിയാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പാർവതി രതീഷ് എനിക്ക് ഒരു ഭയങ്കര സട്ടിലായിട്ടൊക്കെ പെർഫോം ചെയ്തു, ആദ്യത്തെ സിനിമയാണെന്ന് തോന്നിച്ചില്ല. ഗായത്രി സുരേഷ് ആണെങ്കിൽ എന്തും ചെയ്യും ഞാൻ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളായിരുന്നു. എല്ലാവരുമായിട്ടും നമ്മൾ ബേസിക്കലി ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഭയങ്കര ഇപ്പോഴും നല്ലൊരു സൗഹൃദങ്ങളുള്ള ആൾക്കാരാണ്. അതേപോലെ ശൃന്ദ ഭയങ്കര പൊട്ടൻഷ്യലുള്ള, എന്താ പറയുക, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ഒരു ഭാവം പറഞ്ഞ 4 ഭാവം ഇടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരോടെ എനിക്കിതുവരെ അങ്ങനെ ഒരു നായിക കഥാപാത്രം എൻ്റെ ക്യാരക്ടറിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അവസരം, റൊമാൻറ്റിക് സീക്വൻസുകളൊന്നും ഞാൻ സിനിമയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ലുക്കിംഗ് ഫോർവേഡ് ടു ഡു ദാറ്റ് പ്രോബബ്ലി അടുത്ത പടങ്ങളിൽ. ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിലേക്കുള്ളൊരു മാറ്റം ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടായത്. അപ്പം നമുക്ക് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. എന്നാലും നമ്മളെ ആൾക്കാർ മുന്നേ പുറത്തിറങ്ങി നടന്നാൽ നമ്മൾ ആരാന്നറിയാതിരുന്ന ആൾക്കാർ ആദ്യം കുറച്ച് പേര് ശ്രദ്ധിക്കുന്നു, ഇന്നയാളാണോ സിനിമയിലുണ്ടോ എന്ന് സംശയിക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് നമ്മളെ മനസ്സിലാക്കുന്നു, പേരറിയില്ല, കഥാപാത്രങ്ങളറിയാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ പേരറിയുന്നു, നമ്മുടെ പേര് ഇങ്ങോട്ട് എടുത്ത് പറയുന്നു. അപ്പോൾ ഈ ഓരോ സ്റ്റേജുകളും നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു സ്റ്റേജുകളാണ്. നമ്മൾ ഇപ്പം എൻ്റെ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഞാൻ ചെയ്ത എല്ലാ വേഷങ്ങളും എന്താ പറയുക, വളരെ ഗ്രൗണ്ട് ലെവൽ ക്യാരക്ടേഴ്സാണ്, സാധാരണക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് ആ ക്യാരക്ടേഴ്സിനോട്. അപ്പോൾ അത് എന്നെ അടുത്ത് കാണിക്കാറുണ്ട് കാണുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു, നമ്മൾ ചെയ്തൊരു വർക്കിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആണല്ലോ അത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആരാധകർ പോലെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ പേര്, അങ്ങനെയുള്ളവരെ ഞാൻ എപ്പോഴും മാക്സിമം അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴായാലും. ഓക്കെ, അപ്പം അവർ തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഡയറക്ഷൻ തന്നെയായിരുന്നു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് ഇപ്പോൾ ഒരു വിദൂരതയിലുള്ള ഒരു സ്വപ്നം മാത്രമാണ്. എനിക്കങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ, ഞാനൊരു ചെറിയ ഏരിയ മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ തുടരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇപ്പം വടക്കൻ സെൽഫിയിൽ കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. കാരണം ഞാൻ ഡാൻസറാണെന്ന് ജോമോൻ ചേട്ടൻ അറിയാം, സിനിമാറ്റോഗ്രാഫർ ജോമോൻ അറിയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൊറിയോ ചെയ്യാനുള്ള ഒരു സമയത്ത് കൊറിയോഗ്രാഫർ ആരും ഫിക്സ് ആയിട്ടില്ല, 2 ദിവസമേ ഉള്ളൂ, നീ ചെയ്യുന്നതെന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ ഏറ്റെടുത്ത് ചെയ്ത ഒരു സംരംഭമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ ക്യാമറയ്ക്ക് പിന്നിൽ ഇനിയും ഞാൻ എന്തെങ്കിലും രീതിയിലൊക്കെ പ്രവർത്തിച്ചേക്കാം. ബിക്കോസ് ബേസിക്കലി ഞാൻ ക്രിയേറ്റീവ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം പക്ഷേ അതിന് ആക്ടിങ്ങിലും സ്പേസ് ഉണ്ട്. ഇപ്പം ഇംപ്രവൈസ് ചെയ്യാനും നമ്മൾ സീനുകൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും ചെയ്യുക. അപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ആ ഒരു ഇംപ്രവൈസേഷനും ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സാഹചര്യം ഉണ്ടായാൽ ക്യാമറയ്ക്ക് പുറകിലേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു ഡയറക്ഷൻ, ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്തായാലും ഉടനെ ഉണ്ടാവില്ല. ആക്ടർ എന്നുള്ള രീതിയിൽ കുറേയും കൂടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനാണ്. അച്ഛൻ, അമ്മ, അനിയൻ, മുത്തശ്ശി, പിന്നെ ഞങ്ങളുടെ പെറ്റ് പിങ്കി, ഇത്രയും പേരാണുള്ളത്. അച്ഛൻ ഡോക്ടർ മാധവൻ, ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് അനിമൽ ഹസ്ബൻഡറിയിൽ. അമ്മ ലത ടീച്ചറാണ്. അമ്മ ഒരു ഡാൻസറും കൂടിയാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. പിന്നെ അനിയൻ നവനീത് എന്നേക്കാൾ മുന്നേ സിനിമയിൽ വന്ന ആൾ, അദ്ദേഹം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒക്കെ തന്നെയാണ് എൻ്റെ സപ്പോർട്ട്. കാരണം ഞാൻ പൊതുവേ ഇത്തിരി മടിയനൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ
സ്കൂളിൽ യുവജനോത്സവ കാലഘട്ടം മുതൽ നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്തും അല്ലെങ്കിൽ നമ്മളെ ഓരോ സ്റ്റേജുകളിലും സ്പെഷ്യലി മീഡിയ ഓഫ് ആർട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അച്ഛനമ്മയാണ്. ഞാനൊരു റിയാലിറ്റി ഷോയിൽ പോയപ്പോഴും ഞാൻ +2 സയൻസ് കഴിഞ്ഞിട്ട് എനിക്ക് ആർട്സിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോഴൊക്കെയും അവർ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇതിനൊക്കെ എതിരെ റിബലായിട്ട് ഇറങ്ങി തിരിച്ച് ചെയ്യാനെന്നുള്ളൊരു സന്നദ്ധതയുള്ള ആളല്ല ഞാൻ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ എല്ലാ സിനിമകളും ആദ്യം കണ്ടിട്ട് എനിക്ക് റെസ്പോൺസ് തരുന്നതും എനിക്ക് ഒരു മോറൽ സപ്പോർട്ട് തരുന്നതൊക്കെ എൻ്റെ ഫാമിലിയും എൻ്റെ വേണ്ടപ്പെട്ടവരുമാണ്. അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമാണ്. അതിനകത്ത് വീണ്ടും ഞങ്ങൾ സുഹൃത്തുക്കളുടെ ഒരു പടം. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ഞാൻ, ഒപ്പം നമിത പ്രമോദ് ഉണ്ട്, ഒരു പ്രോമിനൻറ്റ് ക്യാരക്ടർ മുകേഷ് ഏട്ടനുണ്ട്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പരിപാടിയാണ്. ഹോസ്റ്റലിനകത്ത് സംഭവിക്കുന്ന നമ്മളൊരു ക്യാമ്പസ് ലൈഫിലേക്ക് ഫുൾ ഓൺ ഹോസ്റ്റൽ നടക്കുന്നൊരു പടം. ഞങ്ങൾ ചിരിച്ച് ഡിസ്കസ് ചെയ്ത് ചിരിച്ച് അങ്ങനെ തന്നെ നമ്മൾ ഹാപ്പിയാണ്. ഇത് കണ്ട ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കണ്ട് ഷൂട്ട് ചെയ്യുന്നൊരു പടമാണ്. അപ്പം ഒരു ഫെസ്റ്റിവൽ പടമായിട്ട് ക്രിസ്മസിന് ഇറങ്ങും. പിന്നെ ഫ്യൂച്ചർ പ്രോജക്ട്സ് നെക്സ്റ്റ് ഞാനും അജു വർഗീസും കൂട്ടുള്ളൊരു പടം പൈപ്പ് ലൈനിലുണ്ട്, പ്ലാനിങ്ങിലാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രോജക്റ്റുകളൊക്കെയാണുള്ളത്. സോ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതുവരെ മോശപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും. അപ്പം ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ, നിങ്ങളിലേക്ക് എത്താൻ ഞാൻ ഇനി ശ്രമിക്കും. സോ ഐ ഡു മൈ ബെസ്റ്റ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അംഗീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.